ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു മത്തി റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായി 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ട്. വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു ചീഞ്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. നന്നായിട്ട് ഒരുവിധം വാടി വരുമ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ചെറിയ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ട് നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളിതാ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനായി മല്ലിപ്പൊടി 1 സ്പൂണ് 2 സ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് മുളക് പൊടിയാണ്. മുളക് പൊടി 1 സ്പൂൺ ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിട്ടു. ഇതാ അടുത്ത സ്റ്റെപ്പ്. ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചതക്കുകയാണ്. അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും നമ്മളിതാ ഇതിൽ വാടി വന്നതിലേക്ക് ഇട്ടു. ഇനി ഇഞ്ചിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഉള്ളി വാട്ടുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് പുളി എടുത്ത് വയ്ക്കണം. കുറച്ച് മതി. പുളി ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് വേണം നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ. ശകലം വെള്ളം ഒഴിക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പും എല്ലാം സെറ്റല്ലേ എന്നുള്ളതൊന്ന് നോക്കണം. ഇത് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മത്തിയെ ഇടുക എന്നുള്ളതാണ്. മത്തി ഇട്ട് കഴിഞ്ഞു. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ മത്തിയാണ്. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് ജസ്റ്റ് വേവിക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കാണാം. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മൾ മറന്നത് പറയാം. കറിവേപ്പില ഇട്ടതിന് ശേഷം പിന്നെ ഒരു സീക്രട്ട് ഫിഷ് മസാലയാണ്. ശകലം പൊടിയാണ് നമ്മൾ ഇടുന്നുള്ളൂ. ഫിഷ് മസാല ഇട്ടു. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ സൂപ്പറായ ഒരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടും.